നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും CBSE സ്കൂളുകളും ഒക്കെ വന്നപ്പോഴത്തേക്ക് നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ പഠിക്കാൻ ആളില്ല എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇപ്പോൾ സമീപ ഭൂതകാലത്ത് ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. കാരണം പിന്നെ ഇടക്കാലത്ത് വെച്ചുണ്ടായിരുന്ന ഒരു 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 ഷിഫ്റ്റ് ഇപ്പം വീണ്ടും തിരിച്ചങ്ങടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഇംഗ്ലീഷ് മീഡിയത്തെയും മലയാളം മീഡിയത്തെയും താരതമ്യം ചെയ്യാനല്ല. MDMA, നെഫ്രോൺ, ഗിഫ്രോൺ, ബുപ്രോൺ എന്നൊക്കെ പറയുന്ന ലഹരി വസ്തുക്കളെക്കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ നാടൻ കുടിവെള്ളം എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് കേരളത്തിൽ മദ്യം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം പോലും കിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അവിടെ ഇത് കിട്ടാറുണ്ട്. ഏതായാലും അങ്ങനെ ലഭിക്കുന്ന പാനീയം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് പിടിച്ചത്രേ. നമ്മളിതിനകത്ത് ചിലപ്പോൾ പറയുമ്പോൾ ചോദിക്കും, ജെൻഡർ ബാലൻസിൻ്റെ കഥയൊക്കെ പറയും. പക്ഷേ രാമുഖമായി തൊഴുതുകൊണ്ട് പറയട്ടെ, ഞാനൊരു നാടൻ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നിടത്ത് ചില വ്യത്യാസമായ ചില ചിന്തകൾ, അത് കരുതലിൻ്റെ ചിന്തയാണ്, അല്ലാതെ എന്തെങ്കിലും ഗോത്രവർഗ ചിന്ത മനസ്സിൽ വന്നതല്ല. പക്ഷേ ഞെട്ടിപ്പോയി ഞാൻ. 10ാം ക്ലാസ്സിൽ പരീക്ഷ അവസാനിക്കുമ്പോൾ ആഘോഷിക്കാനായി ഒരു പെൺകുഞ്ഞിൻ്റെ ബാഗിൽ കുപ്പി, പിന്നെ മുത്തശ്ശിയുടെ മോതിരം വിറ്റ 10,000 രൂപയും വേറൊരു ബാഗിലെന്ന്. പത്തനംതിട്ടയിലാണ് സംഭവം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കണ്ടത്, അമ്മയും മകനും കൂട്ടുകാരും കൂടി MDMA കച്ചവടം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കുടുംബ സംരംഭം എന്നൊക്കെ പറയുന്നത് പോലെ ഇടയ്ക്ക് സർക്കാരുകൾ ഈ സംരംഭകത്വ വർഷം ആചരിക്കാറുണ്ട്. ഏതായാലും സംരംഭത്വ വർഷത്തിന് ഇണങ്ങുന്ന ഒരു സംഗതിയാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതും നമ്മൾ തുരക്കുന്നതും നമ്മൾ കുത്തി നോക്കുന്നതും നമ്മളെടുത്ത് മണത്ത് നോക്കുന്നതും ജാതിയാണ്. അതിനുള്ളിലെ ജാതിക്കാരല്ല, അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിനകത്ത് ആരൊക്കെയുണ്ട്, അത് വെച്ച് നമുക്ക് എങ്ങനെ വിദ്വേഷിക്കാം. ഇതിൻ്റെ കലാപരിപാടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കലാപരിപാടി നടത്തുമ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലെ മക്കൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും നമുക്ക് നേരമില്ല. എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭയങ്കര ബഹളത്തിലും ഒച്ചപ്പാടിലും ആർക്കൊക്കെ എതിരെയോ എന്തെല്ലാമോ കാണിച്ചു കൂട്ടി ആശ്വസിക്കുകയും ചെയ്യുന്നു. ഊടേ തമ്പുരാൻ കാക്കട്ടെ എല്ലാവരെയും. അത്രമാത്രം.